ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടോപ്പ് എക്സ് ബി ആർക്കിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി ആർക്കിൻ്റെ S1 മാത്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 3 ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. y പ്ലസ് ഇസഡ് ഈക്വൽ ടു -2, പിന്നെ 4y പ്ലസ് 6z ഈക്വൽ ടു -12, പിന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 2. ഇതിനെ ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. മെട്രിക്സ് ഫോമിലേക്കൊന്നും എഴുതാൻ പോകണ്ട, നേരെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയാൽ മതി. അതായത് എക്സിൻ്റെ വൈൻ്റെ ഇസൻ്റെ കോഫിഷ്യൻറ്റുകൾ ആദ്യം എഴുതുക. ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ എക്സ് ഉണ്ടോ? ഇല്ല, അപ്പോൾ 0. പിന്നെ വൈയുടെ കോഫിഷ്യൻറ്റ് 1, പിന്നെ വീണ്ടും അടുത്തത് 1, പിന്നെ ഈ -2 കൂടെ ചേർത്ത് എഴുതുമ്പോഴാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആവുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇവിടെ വീണ്ടും എക്സ് ഇല്ല, 0, വൈയുടെ കോഫിഷ്യൻറ്റ് 4, ഇസൻ്റെ കോഫിഷ്യൻറ്റ് 6, പിന്നെ -12. അടുത്തത് എന്ത് വരും? 1 1 1 2. ഇതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആദ്യം ഇതിന് എന്ത് ചെയ്യാം? റോ റെഡ്യൂസ് ചെയ്യണം. റോ റെഡ്യൂസ് ചെയ്യുന്ന റോ എക്കലോൺ ഫോമിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ 0നെ 1 ആക്കി മാറ്റണം. ഈ 0നെ നമുക്ക് എന്താക്കണം? 1 ആക്കണം. അപ്പോൾ ഇത് ഈ മൂന്നാമത്തെ റോയും ഫസ്റ്റ് റോയും അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ നമ്മുടെ ആവശ്യം നടക്കും. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണ്? അതാണ് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. തേർഡ് റോ ഫസ്റ്റ് ആക്കിയും ഫസ്റ്റ് റോ തേർഡും ആക്കി മാറ്റി. അപ്പോൾ 1 1 1 2. സെക്കൻഡ് റോയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. 0 4 6 -12. തേർഡ് റോ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 1 1 -2 എന്നായിട്ട് മാറുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 1 ആയി, അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക്കലി 2 0 ആണ്. ഇനി അടുത്ത റോയിലേക്ക് അപ്പോൾ പോകാം. നമ്മുടെ ഫസ്റ്റ് റോയിലുള്ള ബന്ധങ്ങളെല്ലാം കഴിഞ്ഞു. സെക്കൻഡ് റോയിലേക്ക് വരാം. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇവിടെ എത്രയാണുള്ള? അത് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് അതിനെ 1 ആക്കണം. അത് 1 ആക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ അത് 4ൻ്റെ നേരെ താഴെ 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്താലും നമ്മുടെ ആവശ്യം അവിടെ നടക്കും. അതായത് R2 ഇൻ്റർചേഞ്ചസ് വിത്ത് R3 ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ആവശ്യം എളുപ്പത്തിൽ നടക്കും. അപ്പോൾ 1 1 1 2. അടുത്തെന്താവും? ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 0 1 1 -12 എന്നാകും. 0 4 6 6 ഇവിടെ -2 എന്നല്ല വരുന്നത്, -2. ഓക്കെ, ഇവിടെ -2 എന്നാണ്, ഇവിടെ -2. ഓക്കെ, -2. ഇതാണ് -12 എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 1ൻ്റെ താഴെ 0 ആക്കണം. അപ്പോൾ എന്താണ്? ഈ 4 0 ആവണം. അതായത് R3 ചേഞ്ചസ് ടു R3 ചേഞ്ചസ് ടു R3 മൈനസ് എന്തെന്ന് വരും? 4R2. R3 മൈനസ് 4R2 ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതെന്താവും? 1 1 1 2 എന്ന് തന്നെ ആകും. അടുത്ത റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. 0 1 1 -2 എന്നാകും. തേർഡ് റോ എന്തായി മാറും? ഇത് 0 തന്നെയായി മാറും. 4 - 4 അത് 0 ആയിട്ട് മാറും. അടുത്തത് എന്താണ്? R3 മൈനസ് എന്ന് പറയുമ്പോൾ 6 -1 4 × 1 6 - 4 അതെന്തായിട്ട് മാറിയിടാ? 2 ആയിട്ട് മാറും. ഇനി അടുത്ത് -12 -2 എന്ന് പറയുമ്പോൾ -12 + 8 എന്ന് വരും. -12 + 8 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? -4 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലിയർ ആയി. ഇനി എന്താണ് നമ്മളുടെ ലക്ഷ്യം? എന്താണ്? R3യുടെ ഫസ്റ്റ് ആൻസർ എൻട്രി 2 ആണ്, അതിനെ 1 ആക്കുക. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് എഴുതാം. 1 1 1 2 0 1 1 -2 0 0 1 -2 0 0 1 -2 എന്നായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ? ഇപ്പം എന്താ? ഇത് റോ റെഡ്യൂസ് ഫോമായി. അതായത് എല്ലാ റോയുടെയും ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അതിൻ്റെ നേരെ താഴെയുള്ള എല്ലാം 0 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇതാണ് ഇപ്പോൾ നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോം. ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മളോട് ഇവിടെ സോൾവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB, റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എന്ന് പറഞ്ഞാൽ 3 ആണ്. റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അത് വേണമെങ്കിൽ അവിടെ എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഏതാണ് തിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ 1 1 1 0 1 1 0 0 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 2 -2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനിയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്കിത് കൃത്യമായിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എഴുതാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ഇവിടെ എന്താ വരുന്നത്? അപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതി നിർത്തിയ സാധനം വരെ ഓർമ്മയുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? അതിന് നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ? കൃത്യമായിട്ട് നോക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമെന്ന് പറയാം. ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ത്?
ഇത് 0 എക്സ് ഇൻറ്റു 0 പ്ലസ് വൈ ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു -2. അതായത് ഇസഡിൻ്റെ വാല്യൂ അവിടെ കിട്ടി. ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. ഓക്കെ ആണല്ലോ. ഇസഡ് ഈസ് ഈക്വൽ ടു -2. ഇനി അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റുന്നത് എന്താണ്? വൈ പ്ലസ് ഇസഡ് അതെങ്ങനെയാണെന്ന് വന്നത് അറിയാലോ അല്ലേ? ഇതാ നോക്കുക, ഇവിടെ വരുന്നതാ 0 ഇൻറ്റു എക്സ് 0, 1 ഇൻറ്റു വൈ 1 ഇൻറ്റു ഇസഡ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു ഈ -2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു -2 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി അതുപോലെ തന്നെ മറ്റേതും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 2 എന്ന് വരും. അതെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ദാ നോക്കിക്കോ, അല്ലെങ്കിൽ ദാ ഇങ്ങനെ പറയണം, 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വൈ പ്ലസ് ഇസഡ് -2 ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -2 വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു -2 മൈനസ് ഇസഡ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 മൈനസ് ഓഫ് -2, അതായത് -2 പ്ലസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിടാം? വൈൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 പ്ലസ് -2 ഈക്വൽ ടു 2. ഈ -2 ഇപ്പുറം എടുത്താൽ എക്സ് പ്ലസ് 0 എക്സ് തന്നെയാവും. -2 ഈ 2 ഇപ്പുറം വരുമ്പോൾ ഈ -2 പ്ലസ് 2 ആകും. അതായത് അത് 2 + 2 എന്നാകും, 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സിൻ്റെ വാല്യൂ 4, വൈൻ്റെ വാല്യൂ 0, ഇസഡിൻ്റെ വാല്യൂ -2. ഇതാണ് നമ്മൾ ആ സിസ്റ്റത്തിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? മനോഹരമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായി. ഒരു തരത്തിലുള്ള സംശയവും അവിടെ ഇല്ല. ക്ലിയറാണ്, സെറ്റാണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് മ്യൂ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ. ഇതെന്താവുന്നു? യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്നു, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായി ഇക്വേഷൻ എഴുതുന്നു. എന്തൊക്കെയാണ്? എക്സ് പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 0. അടുത്തത് എന്താണ്? 4x പ്ലസ് 3y പ്ലസ് മ്യൂ z ഈക്വൽ ടു 0. ഇവിടെ 2x പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതിന് ഞാൻ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതുവാണെങ്കിൽ എന്തായിട്ട് മാറും? 1 1 3 4 3 മ്യൂ. ഈ മ്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? യുണീക്ക് സൊല്യൂഷൻ ആകുമ്പോഴും ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവണമെങ്കിൽ ഈ മ്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത് 2 1 2. ഓക്കെ, ഇത് ഇൻറ്റു എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 0 0 0 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 3 0, 4 3 മ്യൂ 0, പിന്നെ 2 1 2 0. ഇത് സോൾവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ മൊത്തം സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? റോ റെഡ്യൂസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 4നെ 2നെ 0 ആക്കണം. അപ്പോൾ ഒടിപ്പിച്ച് നമുക്ക് ആക്കാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് 4R1 ചെയ്താൽ അത് 0 ആകും. ഇനി R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R1 ചെയ്ത് കഴിഞ്ഞാൽ അതും 0 ആകും. അങ്ങനെ 0 ആയതിനു ശേഷം മെട്രിക്സ് എടുത്ത് മാറ്റം നമുക്ക് എഴുതാം 1 1 3 0. ഒരു മാറ്റവും ഇല്ല അല്ലേ? ആദ്യത്തെ റോക്ക്. സെക്കൻഡ് റോ എന്താകും? ഈ 4 0. അതിനുവേണ്ടി നമ്മളിതെല്ലാം ചെയ്തു. അടുത്ത എന്ത് വരും? 3 മൈനസ് 3 മൈനസ് 4. 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. അടുത്തത് എന്താണ്? മ്യൂ മൈനസ് 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ മ്യൂ മൈനസ് 12 എന്ന് വരും. അടുത്തത് 0 മൈനസ് 0 ആണ് വരുന്നത്, അത് 0 തന്നെയാണ്. അടുത്തത് എന്ത് വരും? അടുത്ത റോ നോക്കിക്കേ, 2 മൈനസ് 2 0 എന്ന് വരും. അടുത്തത് എന്താണ്? 1 മൈനസ് 2. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. അടുത്തത് എന്താണ്? 2 മൈനസ് 3 ഇൻറ്റു 2 6. 2 മൈനസ് 6 എന്ന് പറയുമ്പോൾ -4 എന്ന് വരും. അടുത്ത 0 മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു 0 എന്നാണ്, അത് 0 തന്നെ വരും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം. -1നെ 1 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 ഡിവൈഡഡ് ബൈ -1 എന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ R2 ഇൻറ്റു -1 ഇത് വെള്ളം ചെയ്യാം. അപ്പോൾ 1 1 3 0. അടുത്തെന്ത് മാറും? 0 1. ഇതെന്താകും? ഇത് മ്യൂ മൈനസ് 12 എന്നുള്ളത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 മൈനസ് മ്യൂ എന്നാകും. ഇത് 0 എന്നാകും. തേർഡ് റോക്ക് ഒരു മാറ്റവും ഇല്ല. 0 -1 -4 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 1ൻ്റെ താഴെ 0 ആക്കണം. അതായത് ഈ -1 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സെക്കൻഡ് റോയിൽ ഈ 1ഉമായിട്ട് ആഡ് ചെയ്താൽ പോരെ. അതായത് R3 ചേഞ്ചസ് ടു R3 പ്ലസ് R2 എന്ന് എഴുതുന്നു. എന്ന് വരുമ്പോൾ ഇത് നമുക്ക് എഴുതാം 1 1 3 0. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് എന്താ വരുന്നത് നോക്കിക്കേ. 0 1
12 മൈനസ് മ്യൂ 0. അടുത്ത് എന്ത് വരും? 0. ഇവിടെ എന്താ വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരും. അടുത്തത് -4 -R3 -4 പ്ലസ് 12 മൈനസ് മ്യൂ എന്നാണ്. 12 മൈനസ് 4 എന്ന് പറയുമ്പോൾ 8 എന്ന് വരും. അതായത് എന്താ വരുന്നത്? 8 മൈനസ് മ്യൂ എന്ന് വരും. ഓക്കെയാണ്. 8 മൈനസ് മ്യൂ ദെൻ ഇതെന്ത് തന്നെയാണ്? 0 തന്നെയാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കിട്ടി, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താണ് വരുന്നത് എന്നുള്ള സംഭവം നോക്കാം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ, അപ്പം നമുക്ക് വന്ന സാധനങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്താണ്? നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 1 1 3 0, അതുപോലെ 0 1 12 മൈനസ് മ്യൂ 0, ഇനി 0 0 8 മൈനസ് മ്യൂ 0. നിങ്ങളിവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിലും ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിലും ആര് വിചാരിക്കണം? ഇത് ഇവനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ മ്യൂ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, കാരണം ഇവിടെ 1 വന്നുകൊണ്ട് ഇനി ഇവിടെ എന്തൊക്കെ ചേഞ്ച് വന്നാലും വേറെ ഒരു പ്രശ്നമില്ല, ഈ 1 നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ 8 മൈനസ് മ്യൂവിൻ്റെ വാല്യൂ തീരുമാനിക്കും ഇതിന് യുണീക്ക് സൊല്യൂഷൻ വേണോ അതോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വേണോ എന്നാണ്. യുണീക്ക് സൊല്യൂഷൻ ആകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് വരുന്നത്? നിങ്ങൾക്കറിയാം, റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ് വൈ ഇസഡ് 3 ആകണം. അപ്പം ഈ ഒരു മെട്രിക്സിൻ്റെ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്, ഇത് മൊത്തത്തിലാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ രണ്ടിൻ്റെ റാങ്ക് 3 ആവണമെങ്കിൽ ഈ സാധനം നോട്ട് ഈക്വൽ ടു 0 ആകണം. ശരിയല്ലേ? 8 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 0 ആവാതിരുന്നാൽ മാത്രമേ അതിൻ്റെ റാങ്ക് എന്തായി മാറൂ? 3 ആവൂ. അത് 0 ആയി എന്തായി മാറും? റാങ്ക് 2 ആയി പോകും. ഈ റോ മൊത്തം 0 ആയി പോകും, പിന്നെ റാങ്ക് 2 ആകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൽ നിന്നും മ്യൂ നോട്ട് ഈക്വൽ ടു 8, അതായത് മ്യൂ 8 അല്ലാതെ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും എപ്പോഴും ഈ പറയുന്ന സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷനേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഇൻഫിനിറ്റ്ലി മെനി ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ എന്താണ്? നിങ്ങൾക്കറിയാം, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം. അത് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയാ 3നേക്കാൾ ചെറുതാണെങ്കിൽ ഇത് രണ്ട് വാല്യൂം ഈക്വൽ ആവും. അതുപോലെ തന്നെ 3നേക്കാൾ ചെറുതുമാണെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഉണ്ടാകണം. അപ്പം ഈ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും തുല്യമാകണം, അതുപോലെ 3നേക്കാൾ ചെറുതുമാകണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റാങ്ക് എന്താവണം? ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആയാൽ മതി. 2 ആവണമെങ്കിൽ ഈ എന്തായി പോകണം? ഈ റോ മൊത്തത്തിൽ 0 ആയി പോകണം. ശരിയല്ലേ? ആ റോ മൊത്തത്തിൽ 0 ആവണമെങ്കിൽ ഈ 8 മൈനസ് മ്യൂവിൻ്റെ വാല്യൂം 0 ആകണം. എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ്, മ്യൂ എന്ന് പറയുന്നത് 8 ആകുമ്പോഴാണ് ഈ റോ മൊത്തത്തിൽ 0 ആവുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ 8 ആയിരിക്കണം. യുണീക്ക് സൊല്യൂഷൻ ആവണമെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 8 ആയിരിക്കണം. അപ്പോൾ വളരെ മനോഹരമായിട്ട് അതും മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് റാങ്ക് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും 4 മാർക്കിന് ഇത്തവണ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. ഓക്കെ, ശരി, ഇതാ നോക്കിക്കോ. ഇതിന് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം അല്ലേ. ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? R3 ഇൻ്റർചേഞ്ചസ് വിത്ത് R1 എന്ന് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? തേർഡ് റോ ഫസ്റ്റ് റോ 5 0 0. ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല, അതിനെ അങ്ങനെ തന്നെ നിർത്തുന്നു. 3 5 0, പിന്നെ 0 0 5 എന്നാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമ്മുടെ ലക്ഷ്യം? ഈ 3നെ 0 ആക്കണം. ഇത് ഈ ആദ്യം ഫസ്റ്റ് റോയിനെ 1 ആക്കണം. അപ്പോൾ R1 ചേഞ്ചസ് ടു R1/5 എന്ന് ചെയ്യാം. അപ്പോൾ അത് 1 ആയി മാറിക്കോളും. 1 0 0 3 5 0 0 0 5. ഇനി എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ 3നെ 0 ആക്കണം. കാരണം ഇത് 0 ആണ്, കുഴപ്പമില്ല. അപ്പോൾ 3നെ 0 ആക്കണമെങ്കിൽ R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1 എന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്യാം? ഫസ്റ്റ് റോയ്ക്ക് മാറ്റമുണ്ടോ? ഇല്ല, 1 0 0. സെക്കൻഡ് റോ എന്ന് പറയുന്നതാണ് 3 മൈനസ് 3 എന്ന് പറയുന്നത് 0. അടുത്തത് 5 മൈനസ് 3 ഇൻറ്റു 0, അത് 5 തന്നെയാണ്. അടുത്തത് 0 മൈനസ് 0, അത് 0 തന്നെയാണ്. അടുത്തത് 0 0 5 എന്നാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് R2 എന്ന് പറയുന്നത് എന്താക്കണം?
ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം. അപ്പോൾ ഈ 5നെ 1 ആക്കാൻ വേണ്ടി ചെയ്താൽ മതി R2 ചേഞ്ചസ് ടു R2 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് 1 ആയിക്കോളും. അപ്പോൾ ഫസ്റ്റ് റോ 1 0 0, സെക്കൻഡ് റോ ഇപ്പോൾ എന്തായി 0/5 0, 5/5 1, 0/5 0, തേർഡ് റോ എന്തായി മാറും 0 0 5 എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് പ്രശ്നമുള്ള കേസല്ല. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ എന്താണ് അടുത്തത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതാ ഈ തേർഡ് റോയിൽ നോൺ സീറോ എൻട്രി അതേതാണ് 5 ആണ്. അതിനെ 1 ആക്കുക. അതിനെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി R3 ചേഞ്ചസ് ടു R3/5 ചെയ്ത് കഴിയുമ്പം അതെന്തായി മാറും 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് വരും, ഇത് 1 0 0 0 1 0 0 0 1 എന്നാകും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 എന്നാണ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയും ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് 4 മാർക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ട് കളയരുത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഞാനിവിടെ ആദ്യം R1ഉം ഇത് നോക്കിക്കേ, ഫസ്റ്റ് നോൺ സീറോ എൻട്രി 0 ആണ്. അപ്പോൾ അതിനെ 1 ആക്കണം. അപ്പോൾ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. എന്താണ് ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്, ഞാൻ R2 ഇൻ്റർചേഞ്ചസ് വിത്ത് R1 ചെയ്യുന്നു. ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതെന്തായിട്ട് മാറും നമുക്ക് നോക്കാം, 1 1 5 -1. ഓക്കെ, ഇനി അടുത്തെന്താവും, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് റോയിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 0 4 -1 1. അടുത്തെന്തായിട്ട് മാറും 1 5 4 0. പിന്നെ അടുത്തത് 2 6 9 -1 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ 1ൻ്റെ താഴെയുള്ളതെല്ലാം 0 ആക്കണം. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 -R1 എന്ന് എഴുതാം. ഇനി R4 ചേഞ്ചസ് ടു R4 -2 R1 എന്ന് ചെയ്യാം. അത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താണ് മാറ്റം വരുന്നത്, 1 1 5 -1 0 4 -1 1. അടുത്തെന്തായിട്ട് മാറും, തേർഡ് റോ ഇവിടെ എന്താവും 0 ആകും അല്ലേ. അടുത്തത് 5 -1 4 എന്നാകും. വീണ്ടും മറ്റേ -1 5 -4 അല്ലേ, R3 മൈനസ് എന്നാണ് ഉള്ളത്. 4 -5 എന്ന് പറയുമ്പോൾ -1 ആയിട്ട് മാറും. ദെൻ അടുത്തത് 0 -1 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് മാറും. അടുത്തത് 2 -2 0 ആയിട്ട് മാറും. 6 -2 എന്ന് പറയുന്നത് 4 ആയിട്ട് മാറും. അടുത്തത് 9 -10 എന്ന് പറയുന്നത് -1 ആയിട്ട് മാറും. അടുത്ത -1 -2 എന്ന് പറയുമ്പോൾ അത് 1 പ്ലസ് -1 + 2 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഒരു ട്രിക്ക് നമുക്ക് പ്രയോഗിക്കാം. ഈ സെക്കൻഡ് റോയിനെ 1 ആക്കുന്നതിന് മുമ്പ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സെൻട്രി ആയി ഇതിനെ 1 ആക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കണ്ടില്ലേ, ഈ സെക്കൻഡ് റോയും തേർഡ് റോയും ഫോർത്ത് റോയും സെയിം ആണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ഈ 4 ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ രണ്ടിനെയും 0 ആക്കിയതിന് ശേഷം ഇതിനെ 1 ആക്കിയാൽ മതി. നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ. സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുക, 1 ആക്കി അതിൻ്റെ താഴെയെല്ലാം 0 ആക്കി. ഇനി അടുത്ത സെക്കൻഡ് റോ എടുക്കുന്നു, അതിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുന്നു, അതിൻ്റെ താഴെ 0 ആക്കുന്നു. ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടും. ഇവിടെ ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. കാരണം ഈ റോ 2ൽ ഈ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 4 ആണ്. ആ 4ൻ്റെ താഴെയും വീണ്ടും 4 ആണ് കിടക്കുന്നത്. അപ്പോൾ ആ 4 ഉപയോഗിച്ച് നേരെ സബ്ട്രാക്ട് ചെയ്താൽ ഈ 2 ആൾക്കാരും എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അതിനുശേഷം ഞാൻ ഇതിനെ 1 ആക്കുന്നു. ഓക്കെയാണ്. ഒരിക്കൽ കൂടി ഈ 4 ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഈ 2 ആൾക്കാരെയും 0 ആക്കുന്നു, അതിനുശേഷം ഞാൻ ഇതിനെ 1 ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. R3 ചേഞ്ചസ് ടു R3 -R2, then R4 changes to R4 -R2. അപ്പോൾ എന്താണ് മാറ്റം വരുന്നത്, നമുക്കിവിടെ എഴുതാം. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 1 5 -1, സെക്കൻഡ് റോ 0 4 -1 1. ഓക്കെ, തേർഡ് റോ എന്തായിട്ട് മാറും, 0 - 0 0 4 -4 0. ഇവിടെ നോക്കിക്കേ, -1 -1 അത് 0 ആയി, 1 -1 അത് 0 ആയി. ഇവിടെ നോക്കിക്കേ, 0 - 0 0, 4 -4 അത് 0 ആയി മാറി. വീണ്ടും -1 -1 എന്ന് പറഞ്ഞാൽ അതും 0 ആയി മാറി. വീണ്ടും -1 എന്ന് പറഞ്ഞാൽ അതും 0 ആയിട്ട് മാറി. ഇനി നമ്മുടെ ലക്ഷ്യം ചെയ്യാം എന്ത്, നമുക്ക് R2 ചേഞ്ചസ് ടു R2/4 നമുക്ക് ചെയ്യാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്കിൻ്റെ എണ്ണം കൂടും. ഈ മറ്റേ പാട് ചെയ്താലും കിട്ടും കേട്ടോ, ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചുമ്മാ എളുപ്പമാക്കാൻ വേണ്ടി മറ്റൊരു അപ്രോച്ച് പറഞ്ഞതാണ്. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന മറ്റൊരു അപ്രോച്ചാണിത്. ഓക്കെ, 0 ഇത് 1 ആയി, ഇത് -1/4 വരും കണ്ടോ. ഇവിടെ ആദ്യം കയറി -1/4 വന്ന് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടിയാണ്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്കൂടെ ആൻസർ കിട്ടിയാൽ മതി. ഇവിടെ 1/4 ഉണ്ടാവും. ബാക്കി രണ്ടും എല്ലാം എന്താണ്, 0 0 0 0 0 0 0 0 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് റാങ്ക് എന്ന് പറയുന്നത്. therefore റാങ്ക് എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ.
അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം, ഇതും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. എസ് എ ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ XYZ എന്നല്ല നമുക്ക് തന്നിരിക്കുന്നത്, X1, X2, X3, X4 അങ്ങനെ 4 വേരിയബിൾസ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നേരെ അങ്ങ് എഴുതാമല്ലോ. എന്താണ് X1ൻ്റെ കോഫിഷ്യൻറ്റ് 1, മൈനസ് അടുത്തത് 1, പിന്നെ -1, പിന്നെ 2, പിന്നെ -1. അടുത്തത് 2x1, അപ്പോൾ 2 ഉണ്ട്, പിന്നെ 2x2, 2 ഉണ്ട്, x3 ഇല്ല, അപ്പോൾ x3യുടെ അവിടെ 0 വരും, പിന്നെ x4 ഉണ്ട്, അവിടെ 1 വരും. ഓക്കെ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആണ്, അപ്പോൾ ഈ 0യും കൂടെ ചേർത്തങ്ങ് എഴുതിയേക്കാം. ഓക്കെ, അടുത്തത് 3 വരും, അടുത്തത് 1 വരും, 2 വരും, -1 വരും, 0 വരും. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് ഇതിനെ റോ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ന് 1ൻ്റെ 1 ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, അപ്പോൾ അതിൻ്റെ രാജുള്ള 2ഉം 3ഉം 0 ആക്കണം. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. R3 ചേഞ്ചസ് ടു R3 മൈനസ് 3R1. അത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ മാറും, നമുക്കിത് 1 -1 2 -1 0. അടുത്തെന്താ, ഇത് 0 ആവാൻ വേണ്ടി നമ്മളിതെല്ലാം ചെയ്തത്. അടുത്തെന്തായിട്ട് മാറും, 2 -2 2 -2 എന്ന് പറയുമ്പം അത് 4 ആയിട്ട് മാറുന്നു. അടുത്തത് 0 അത് -4 ആയിട്ട് മാറുന്നു. അടുത്തത് 1 -2 എന്ന് പറയുമ്പോൾ 1 + 2 അത് 3 ആയിട്ട് മാറുന്നു. അടുത്തത് 0 ആയിട്ട് തന്നെ നിൽക്കുന്നു. അടുത്ത വീണ്ടും അവിടെ 0 വരുന്നു. ഇനി 1 -3 എന്ന് പറയുമ്പോൾ 1 + 3 4 ആയിട്ട് മാറുന്നു. അടുത്തത് വീണ്ടും -4 ആകുന്നു. അടുത്തത് വീണ്ടും നമുക്ക് എന്ത് കിട്ടുന്നു, -1 -3 എന്ന് പറയുമ്പോൾ -1 + 3 അതെന്തായി മാറുന്നടാ, 2 ആയി മാറുന്നു. ഇതിനെ നമുക്ക് 0 എന്ന് ഇവിടെ എഴുതാൻ പറ്റും. അത് 0 തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയറായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കതാ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത്, നമുക്കൊന്നെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അതായത് R2 ചേഞ്ചസ് ടു R2/4 ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ മെത്തേഡിലും ചെയ്യാം. അത് എന്തായിട്ട് മാറും, നമുക്ക് ആൻസർ വരുന്നത് ഇനി റെഡ്യൂസ് ചെയ്യുമ്പോൾ 1 -1 2 -1 0. ഇവിടെ 0 1 -1 3/4 പിന്നെ 0 എന്ന് മാറുന്നു. അടുത്ത എന്ത് വരും, 0 4 -4 2 0 എന്ന് ഇത് മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതുള്ളത്, ഈ 1ൻ്റെ താഴെ 0 ആക്കണം. 1ൻ്റെ താഴെ 0 ആക്കാൻ R3 അല്ലേ ഇത്, അപ്പോൾ R3 ചേഞ്ചസ് ടു R3 -4R2 ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി പോകും, എളുപ്പത്തിൽ 0. ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റമില്ല, 1 -1 2 -1 0. സെക്കൻഡ് റോയ്ക്ക് ഒരു മാറ്റമില്ല, 0 1 -1 3/4 0. തേർഡ് റോഡ് ഇവിടെ 0 തന്നെയായിരിക്കും, കാരണം 0 ചെയ്യുമ്പോൾ ഒന്നും മാറ്റം വരില്ല. അടുത്തത് എന്താ, ഇത് 0 വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി അടുത്തുള്ള കാൽക്കുലേഷനാണ് എപ്പോഴും കറക്റ്റ് ആവേണ്ടത്. അവിടെ നമുക്കൊരു പാളിച്ച വരാൻ പാടില്ല. -4 -4 എന്ന് പറയുമ്പോൾ -4 + 4 അത് 0 ആയി പോകുന്നു. അടുത്തത് 2, അടുത്ത സാധനം നോക്കുക, 2 -4 × 3/4 എന്നാണ്. ഇതും വെട്ടിപ്പോകും, 2 -3 എന്ന് വരും, ഇത് -1 എന്നാകും. ഓക്കെ ആണല്ലോ. അവിടെ എന്താണ് സംഭവിച്ചത്, കാൽക്കുലേഷൻ. അങ്ങനെ കാൽക്കുലേഷൻ കൺഫ്യൂഷൻ വന്ന് അത് സൈഡിലേക്ക് എഴുതി നോക്കിക്കോളാം. ഇനി ഇത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ച് നോക്കുക, എന്നിട്ട് അത് കൃത്യമാണ്, ആൻസർ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിക്കോളുക കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇതിനെ 1 ആക്കണം. ഇതിനെ 1 ആക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ഇതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ത്രൂ ഔട്ട് ഇതിനെ നമ്മൾ 1 കൊണ്ട് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇത് നോർമൽ ഫോം. അതായത് ഇപ്പോൾ ഈ -1ൻ്റെ താഴെ 0, ഇനി തേർഡ് റോയിലേക്ക് വരാം. ഇവിടെ ഫസ്റ്റ് ആൻസർ എൻട്രി ഇതാണ്. ഇതിനെ എന്താക്കണം, 1 ആക്കി മാറ്റണം. അത് ഞാൻ അടുത്ത പേജിലേക്ക് എഴുതണം. അപ്പോൾ ബാക്കിയുള്ള ആൻസർ എഴുതാറ് 2 തവണ എഴുതി സമയം കളയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത റിമൈനിങ് പോർഷൻ ആൻസർ നമുക്ക് നോക്കാം. ഇതെന്ത് ചെയ്യുന്നു, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്ന സാധനം വീണ്ടും എഴുതുന്നു. 1 -1 2 -1 0. പിന്നെ എന്താണുള്ളത്, 0 1 -1 3/4 0. പിന്നെ 0 0 1 0 0 ഇവിടെയും 0 ആണ്, ഇവിടെയാണ് 1 വരുന്നത് 0.
ഓക്കെ, ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. എന്താണ് കിട്ടുന്നത്? ആദ്യം തന്നെ ഇതാ നോക്കാം, ഇത് നിങ്ങൾക്കറിയാം. ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം, ലൈറ്റായിട്ട് എഴുതി കാണിച്ചു തരാം. ഇത് x1ൻ്റെ കോഫിഷ്യൻ്റ്, ഇത് x2, ഇത് x3, ഇത് x4 എന്നറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്തായിട്ട് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും x4 × 1 = ബാക്കിയെല്ലാം 0 പോലെ. അപ്പോൾ x4 ഇവിടെ 0 ആണ്. ഇനി ഇവിടെ എന്താ കിട്ടുന്നത്? x2 - x3 + 3/4 × x4 = 0 എന്ന് വരുന്നു. x4 0 ആയതുകൊണ്ട് ഇവിടെ എന്താ വരുന്നത്? x2 - x3 = 0. കാരണം x4 0 അല്ലേ, അപ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ഇതിൽ നിന്ന് എന്ത് കിട്ടും? x2 = x3 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് എന്താണുള്ളത്? x1 - x2 + 2x3 - x4 = 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് കിട്ടുന്നു x1 - x2 + 2x3ക്ക് നമുക്ക് എന്തിടാൻ പറ്റും? 2x2 എന്നിടാം. കാരണം x2 x3 ഈക്വലാന്ന് കിട്ടിയില്ലേ. ഇനി ഇവിടെ മൈനസ് ഇത് 0 ആയി പോയി, അപ്പോൾ ഇത് =0 എന്ന് വരും. അതായത് എക്സ് ഇതെന്താ വരുന്നത്? എക്സ് പ്ലസ് 2x അല്ല എക്സ് പ്ലസ് x2 -x2 + x2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? പ്ലസ് x2 എന്ന x1 + x2 = 0. അതായത് x1 = -x2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടി? x4 = 0 എന്ന് കിട്ടി. ഇനി x3 എന്ന് പറയുന്നത് x2 എന്ന് കിട്ടി. x1 എന്ന് പറയുന്നത് -x2 കിട്ടി. ഇവിടെ നോക്കിക്കേ, x3യും x1ഉം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? x2ൻ്റെ പേരിലാണ്. അപ്പോൾ x2ന് നമുക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കാം. x2 = a എന്ന് വിളിച്ചു കഴിഞ്ഞാൽ x4 = 0, x3 = a, x2 = a, x1 = -a. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതണം. a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതണം? ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് എന്ന് എഴുതി വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും അങ്ങേയറ്റം ചോദിക്കുന്ന ചോദ്യം കൂടെ ചെയ്താൽ ഈ ഒരു മൊഡ്യൂളിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ കവറാക്കി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ആൻഡ് മ്യൂ ഫോർ വിച്ച് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഈ പറയുന്ന ഇക്വേഷൻസിന് നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, മോർ ദാൻ വൺ സൊല്യൂഷൻ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ്. എങ്കിൽ കൂടി നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആ മെട്രിക്സ് ഫോം എന്ന് എഴുതാം. 2 3 5 7 3 7 3 -2. ഓക്കെ, 2 3 ലാംഡ. ഇതാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സ് വൈ ഇസഡ് എഴുതുന്നു. = എന്തെന്ന് വരും? 9 8 മ്യൂ. നമുക്ക് ഈ മ്യൂവിൻ്റെയും ലാംഡയുടെയും വാല്യൂ കണ്ടുപിടിക്കണം, കണ്ടീഷൻ കണ്ടുപിടിക്കണം. എപ്പോൾ? നോ സൊല്യൂഷൻ ആകുമ്പോൾ ലാംഡ മ്യൂ എങ്ങനെയായിരിക്കും? യുണീക്ക് സൊല്യൂഷൻ ആകുമ്പോൾ ലാംഡ മ്യൂ എങ്ങനെയായിരിക്കും? മോർ ദാൻ വൺ സൊല്യൂഷൻ ആകുമ്പോൾ ലാംഡ മ്യൂ എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ ആവശ്യം കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇതിനെ റോ റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. 2 3 5 7 3 -2 2 3 ലാംഡ, പിന്നെ 9 8 മ്യൂ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്താക്കി മാറ്റണം? 1 ആക്കി മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? R1 ചേഞ്ചസ് ടു R1/2 എന്ന് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തായി മാറും ഈ സാധനം? 1 3/2 5/2 9/2. വേറെ ഒന്നും ഒരു മാറ്റവും ഇല്ല. 7 3 -2 8 2 3 ലാംഡ മ്യൂ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ആ റോ ട്രാൻസ്ഫോർമേഷൻസ് എഴുതണം. അതായത് 7നെയും 2നെയും 0 ആക്കണ്ടേ? 7നെയും 2നെയും 0 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - 7 R1 എന്നതും, അതുപോലെ R3 ചേഞ്ചസ് ടു R3 - 2 R1 എന്നുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ബാക്കി ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? 1 3/2 5/2 9/2. അടുത്ത് ഇവിടെ എന്താ വരുന്നത്? 7 അല്ലേ? ഇനി ഞാൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവിടെ 7 0 ആയി പോകും അല്ലേ? ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 3 - 7 × 3/2 എന്നുള്ള സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് -15/2 ആണ്. ചെയ്ത് നോക്കിയാൽ കിട്ടും. അടുത്തത് മൈനസ് കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യിൽ? അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ -2 - 7 × 5/2 എന്ന് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? -39/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. -2 - 35/2 എന്ന് വരുമ്പോൾ -39/2 എന്ന് വരും. അടുത്തത് എന്താ വരുന്നത്? അടുത്തത് നോക്കുക. 8 - 7 × 49/2 എന്ന് പറയുമ്പോൾ
47 -47/2 എന്ന് വരും. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഈ എന്താ ഈ 2 0 വേണ്ടി നമ്മൾ ചെയ്തത് അല്ലേ. അടുത്ത എന്ത് വരും? 3 - 2 × 3/2. അപ്പോൾ അതും 0 ആയി പോകും. അടുത്ത എന്ത് വരും? അടുത്തത് നോക്കുക. അടുത്തത് ഇവിടെ എന്താ വരുന്നത്? ലാംഡ മൈനസ് 2 × 5/2 എന്ന് വരും. 2 × 2 വെട്ടി പോകുമ്പോൾ ഇവിടെ ലാംഡ -5 എന്ന് വരുന്നു. അടുത്ത എന്താ വരുന്നത് നോക്കിക്കേ. അടുത്തെന്താ വരുന്നത്? മ്യൂ -2 × 9/2 എന്ന് വരും. 2 × 2 വെട്ടി പോകുമ്പോൾ ഇവിടെ എന്ത് വരും? മ്യൂ -9 എന്ന് വരും. അത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫസ്റ്റ് റോയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. ഇനി നമുക്ക് എങ്ങോട്ട് ചെല്ലാം? നമുക്ക് സെക്കൻഡ് റോയിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെല്ലാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനെ 1 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 × അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റം വരും നമുക്ക് നോക്കാം. 1 3/2 5/2 9/2. അടുത്ത എന്ത് വരും? 0 തന്നെ വരും. ഇത് -15/2നെ -2/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 1 ആയിട്ട് മാറും. -39/2നെ -2/15 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? 39/15 എന്നാകും. -47/2നെ -2/15 കൊണ്ട് ചെയ്താൽ 47/15 എന്നാകും. അതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട, നമ്മുടെ ആവശ്യം അതൊന്നും അല്ല. ഓക്കെ. അടുത്ത എന്ത് വരും? 0 0 ലാംഡ -5 മ്യൂ -9. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യ സ്ഥലത്ത് എത്തി. ഇനി നമ്മൾ എന്താണ്? അപ്പം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കി, അതിൻ്റെ താഴെ നമ്മൾ 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കി, അതിൻ്റെ താഴെ 0 ആക്കി. ഇനി തേർഡ് റോയിലേക്ക് ചെല്ലണം. ഈ തേർഡ് റോയിലാണ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. ഈ ലാംഡ 5ഉം ഈ മ്യൂ -9ഉം തീരുമാനിക്കും ഇതിന് നോ സൊല്യൂഷൻ ആകണോ, യുണീക്ക് സൊല്യൂഷൻ ആകണോ, മോഡ് സൊല്യൂഷൻ ആകണോ എന്ന്. അപ്പോൾ നമുക്കറിയാവുന്ന കണ്ടീഷൻ നമുക്ക് വെച്ച് നോക്കാം. യുണീക്ക് സൊല്യൂഷൻ ആകുന്നത് എപ്പോഴാണടാ? യുണീക്ക് സൊല്യൂഷൻ ആവണമെങ്കിൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? 3 എന്നാവണം. ഓക്കെ ആണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇത്രയും പോർഷനാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റാങ്ക്, ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ റാങ്കും 3 ആകണം. 3 ആക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഇവൻ വിചാരിക്കണം അല്ലേ. ഈ ലാംഡ -5 ഒരു കാരണവശാലും 0 ആവരുത്. 0 ആയി എന്ത് പറ്റും? എയുടെ റാങ്ക് 2 ആയി പോകും, എ ബിയുടെ റാങ്ക് വേറെ എന്തെങ്കിലും ആവും. അപ്പോൾ അത് 2 ആയി പോയി കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടും. കാരണം ഇത് രണ്ടും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 3യോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ലാംഡ -5 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി മ്യൂ -9 ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ മേലെ. ലാംഡ -5 നോൺ സീറോ ആയി കഴിഞ്ഞാൽ ഈ ലാംഡ -5 ഈ മ്യൂ -9 ഏത് വാല്യൂ വേണമെങ്കിലും ഇത് 0 ആവില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് നമുക്ക് തീർക്കാം. ഈ വാല്യൂ നോൺ സീറോ ഈ വാല്യൂ 0 ആവരുത്, ഇത് നോൺ സീറോ ആവണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ആരുടെ? എ ബിയുടെ റാങ്കും എയുടെ റാങ്കും. അപ്പോൾ പിന്നെ മ്യൂ -9 നോക്കേണ്ട ആവശ്യമില്ല, അതിന് ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ലാംഡ നോട്ട് ഈക്വൽ ടു ലാംഡ -5 0 ആവണമെങ്കിൽ ലാംഡ ഒരിക്കലും 5 ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ലാംഡ ഒരിക്കലും 5 ആകാൻ പാടില്ല. മ്യൂ -9 എനി വാല്യൂ എന്ന് പറഞ്ഞാൽ മ്യൂവിന് എനി വാല്യൂ, മ്യൂ എന്നുള്ളത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എപ്പോഴും യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ യുണീക്ക് സൊല്യൂഷൻ എഴുതി. ഇനി നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്നുള്ളത് എഴുതാം. ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഓക്കെ, ഞാനിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർഡറിലല്ല, അത് ഇവിടെ നോൺ സൊല്യൂഷനാണ് ചോദിച്ചിരുന്നത്. ഞാൻ യുണീക്ക് സൊല്യൂഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് മോർ ദാൻ 1 സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തെ യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ പിന്നെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ് സാഹചര്യം? നിങ്ങൾക്കറിയാം, നമ്മൾ ഒപ്പം കണ്ടതുള്ളൂ. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. അതായത് ഇവിടെ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്? 3 ആയിരിക്കണം. അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ എന്തായിരിക്കണം? ഈ വാല്യൂ, ഏത് വാല്യൂ? നോക്കിക്കേ, നമ്മുടെ ഈ വാല്യൂ ഇല്ലേ, ഞാൻ ഒന്ന് സർക്കിൾ ചെയ്ത് കാണിച്ചു തരാം. ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആകണം. ഓക്കെ, 0 ആകുകയും ചെയ്യണം. അതുപോലെ ഈ വാല്യൂ എന്ന് പറയുന്നതും 0 ആണ്. അതായത് ഈ തേർഡ് റോ മൊത്തത്തിൽ 0 ആയെങ്കിൽ മാത്രമേ ഇതിൻ്റെ റാങ്ക് എന്തായി മാറുള്ളൂ? 3നേക്കാൾ ചെറുതാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും 0 ആവാണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് എന്തായി പോകും? തെറ്റിപ്പോകും. റാങ്ക് 3 ആയി പോകും. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ആ ലാസ്റ്റ്
റോ മൊത്തം 0 ആയി പോകണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ലാസ്റ്റ് റോ മൊത്തം 0 ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 ആൻഡ് മ്യൂ മൈനസ് 9 ഈക്വൽ ടു 0. ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ആ റോ മൊത്തത്തിൽ 0 ആയി കഴിയുമ്പോൾ പിന്നെ റാങ്ക് 2 ഉള്ളൂ. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഈക്വൽ ടു തന്നെ ആയിരിക്കണം എപ്പോഴും. 2ൻ്റെ റാങ്ക് 2 ആയിട്ട് മാറും, അത് 3നേക്കാൾ ചെറുതുമായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അതായത് ലാംഡ എപ്പോഴാണോ 5 ആകുന്നത്, മ്യൂ എപ്പോഴാണോ 9 ആകുന്നത്, അപ്പോൾ ആ ലാസ്റ്റ് റോ മൊത്തത്തിൽ 0 ആയി പോകും. അന്നേരം നമുക്ക് പറയാൻ പറ്റും എന്ത്? റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബി ആൻഡ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആയിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ 3. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഫൈനൽ സാധനം ഏതാണടാ? നോ സൊല്യൂഷൻ. ഇതിന് സൊല്യൂഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയാൽ മതി. അതായത് ഇത്രയേ ഉള്ളൂ, റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയാൽ ഇവിടെ നിങ്ങൾക്ക് അത് സെറ്റ് ആവും. ഇതേ നോക്കിക്കേ, ഇവൻ 0 ആവുകയും ഈവൻ നോട്ട് ഈക്വൽ ടു 0 ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ, ഇവൻ 0 ആയിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എയുടെ റാങ്ക് 2 ആണെന്നാ. ഇനി ഇവൻ നോട്ട് ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എ ബിയുടെ റാങ്ക് അപ്പോഴും 3 തന്നെയായിട്ട് നിൽക്കും. അപ്പോൾ 2ഉം 3 ഈക്വൽ ആണോ? അല്ല. അവർ ഈക്വൽ അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ സാധനം ഇൻകൺസിസ്റ്റൻ്റ് ആയി പോകും. അതായത് ലാംഡ മൈനസ് 5 0 ആകണം, അതേസമയം മ്യൂ മൈനസ് 9 നോട്ട് ഈക്വൽ ടു 0 ആകണം. എന്ന് പറഞ്ഞാൽ ലാംഡയുടെ വാല്യൂ 5ഉം മ്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 9. മ്യൂ മൈനസ് 9 നോട്ട് ഈക്വൽ ടു 0 ആവണമെങ്കിൽ മ്യൂ എന്തായെങ്കിലേ പറ്റുള്ളൂ? 9 ആവരുത് ഒരിക്കലും. അപ്പോൾ ഇത് രണ്ടും എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? നോ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിലെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷയ്ക്ക് ഇതിൻ്റെ അത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ ആണല്ലോ? സെറ്റല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക്